ഈ പല വീഡിയോകളും എൻ്റേത് കണ്ടിട്ട് ചിലരൊക്കെ വല്ലാണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കറാക്കുറേ കറാമേ കുറാമേ കറാറേ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ വീഡിയോ ചെയ്തിരുന്നു. പല ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരുമൊക്കെ ഒരു ഡോളി ആൻറ്റിയൊക്കെ വിളിച്ച് കുറേ നേരം എന്നോട് ചിരിച്ചു അത് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് ചിരിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ വല്ലാണ്ട് ചിരിച്ചെന്ന് മാത്രമല്ല ഓർത്തോർത്ത് ചിരിച്ചു. അത് വേറൊന്നുമല്ല, ഈ വെള്ളിയാഴ്ച അതായത് ഇന്ന് മംദാനിയും നമ്മുടെ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ മച്ചമ്പി എഴുതിയ വിവരം പങ്കുവച്ചപ്പോൾ അവൻ പൊടുന്നനെ പറഞ്ഞ മറുപടി അമേരിക്കയിലെ വെള്ളാപ്പള്ളിയെന്നാണ് ട്രംപിനെ വിളിച്ച സംഗതി. അത് കേട്ടപ്പോൾ നന്നായി ചിരിച്ചു, പിന്നെയും ഓർത്തോർത്ത് ചിരിച്ചു. സത്യമാണ്, ഇവർക്കൊക്കെ തമ്മിൽ ഭയങ്കരമായ സാമ്യമുണ്ട്. രണ്ട് ദേശമാണെങ്കിലും രണ്ട് പദവിയാണെങ്കിലും സാമ്യം വളരെ കൂടുതലാണ്. രണ്ടുപേരും കള്ളമേ പറയൂ, സത്യം വളരെ കുറച്ച് മാത്രമേ പറയൂ. ഞാനത് അവസാനം ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം. ഇവർ രണ്ടുപേർക്കുള്ള പ്രത്യേകത, ആർക്ക് പറയിക്കണോ അവർക്കെല്ലാം പറയിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖത്തർ കാശ് കൊടുത്താൽ ഖത്തറിന് വേണ്ടി പറയും, പിന്നെ സൗദി അറേബ്യ കാശ് കൊടുത്താൽ സൗദി അറേബ്യയ്ക്ക് വേണ്ടി പറയും. പിന്നെ ആരാണോ കാശ് കൊടുക്കുന്നത്, ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ, $10 ലക്ഷം തലയ്ക്ക് വിലയിട്ട അൽഖ്വയ്ദ ഭീകരവാദി തീവ്രവാദി എന്നൊക്കെ വിളിച്ച ആൾ അവസാനം വൈറ്റ് ഹൗസിൽ വന്ന് പുള്ളിയെ കണ്ട് ഷേക്ക് ഹാൻഡും കൊടുത്തിട്ട് പോകുന്ന സ്ഥിതിവിശേഷം വന്നു. ചാനലുകാരെല്ലാം ഭയങ്കരമായ ചിരിയായിരുന്നു ആ ദൃശ്യങ്ങളുടെ. അന്തർദേശീയ തലത്തിലുള്ള ചാനലുകളൊക്കെ ഈ പടം വിട്ടിട്ട് കാണിച്ചത്. അതിനൊന്നും മച്ചമ്പിക്ക് യാതൊരു മടിയില്ല. തിരിച്ചു പറയണോ തിരിച്ചു പറയും, മറിച്ച് പറയണോ മറിച്ച് പറയും. ഈ വെള്ളാപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ കൊടുക്കാതെ ഞങ്ങൾക്കൊന്നും തന്നില്ലേ കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാം മുസ്ലിം ലീഗ് കൊണ്ടുപോയേ എന്ന് പറയുമ്പോൾ മലയാളികളെല്ലാം ചിരിക്കാറുണ്ട്. കാരണം 10 വർഷമായി മുസ്ലിം ലീഗ് ഭരണത്തിലില്ലായിരുന്നു, പുള്ളിയുടെ സ്വന്തം സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല, ഏതെങ്കിലും ജില്ലയ്ക്ക് വേണ്ടി പുള്ളി കോളേജ് തുടങ്ങുന്നതിന് ഒരു അപേക്ഷ കൊടുത്തതായിട്ട് SNDPയിലെ പോലും ആർക്കും അറിഞ്ഞുകൂടാ. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഈ അമേരിക്കയിലെ വെള്ളാപ്പള്ളി ഉണ്ടല്ലോ ട്രംപ്, എനിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ലേ, ഞാൻ 8 യുദ്ധം പിടിച്ചു നിർത്തി, ഞാൻ 9 യുദ്ധം പിടിച്ചു നിർത്തി, ഞാൻ അടുത്ത 10ാമത്തെ പിടിച്ചു നിർത്താൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും സൊഹ്റാൻ മംദാനി അദ്ദേഹത്തെ കാണുന്നു. ഈ ഇലക്ഷന് മത്സരിക്കുന്നതിൻ്റെ തലേനാളൊക്കെ പറഞ്ഞത് അടിച്ച് തകർത്ത് കളയും, അവൻ കമ്മ്യൂണിസ്റ്റും ജിഹാദിയും ഒക്കെ ആയിട്ടുള്ള ലെഫ്റ്റ് ലിബറൽ വേറെ ഏതാണ്ട് കുന്ത്രാണ്ടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ന്യൂയോർക്കുകാർ ഒരു പൂടയ്ക്ക് പോലും അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആൻഡ്രൂ കോമോവിനെ കുളിപ്പിച്ച് കിടത്തി കൊടുത്തു. വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ, ഒന്നും പതിയെ പറയാതെ, ഒരു കോംപ്രമൈസും ഇല്ലാതെ ഉറക്കെ പറഞ്ഞ് അദ്ദേഹം ഈ പദവിയിലേക്കെത്തി. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വെച്ച് നമ്മുടെ ജലീൽ ഇവിടെ ഒരു ലേഖനം എഴുതിയേക്കുന്നുണ്ട്. അത് വേറൊരു കോമഡി എന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ പുള്ളി ന്യൂയോർക്കിനെയാണ് ഉദാഹരണമായിട്ട് എടുത്തത്. എന്തായാലും അങ്ങനെ അമേരിക്കയിലെ വെള്ളാപ്പള്ളി ഈ പറയുന്ന പോലെ ഇന്ന് ഇദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബഹളം എല്ലാം വെച്ച അവിടുത്തെ വെള്ളാപ്പള്ളി ഈ മംദാനി ചെല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളി എല്ലാം റെഡിയായി, ഇന്ന് ചർച്ച നടത്തുമെന്നും കാര്യങ്ങൾ ആലോചിക്കുമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ നമ്മുടെ നാട്ടിലെ വെള്ളാപ്പള്ളി നടന്ന് ഈ പള്ളിക്കൂടം മൊത്തം മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ട് പോയി, സ്ഥലം മൊത്തം മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിന് നമ്മുടെ പോരുവഴിയിലെ കബീർ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ഒരു പ്രിൻസിപ്പളായി വിരമിച്ച ആൾ, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു. കൃത്യമായി കണക്കുകൾ അദ്ദേഹം അതിൽ ഉദാഹരിക്കുന്നുണ്ട്. കണ്ടു വിലയിരുത്താം മുസ്ലിം സമുദായം എന്താണ് അനാവശ്യമായി അധികമായി നേടിയത് എന്നുള്ളത്. അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്യാം. ആ വീഡിയോ കാണാം. മുസ്ലിം സമുദായം അനർഹമായും അമിതമായും ചിലതൊക്കെ നേടിയെടുത്തുവെന്നും അത് മറ്റ് സമുദായങ്ങൾക്ക് അർഹതപ്പെട്ടത് നേടിയെന്നുമുള്ള ഒരു പ്രചാരവേലയ്ക്ക് ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. വെള്ളാപ്പള്ളിയും അതുപോലുള്ള ആളുകളൊക്കെ നിരന്തരം പറയുമ്പോഴും മുസ്ലിം സമുദായം ഒന്നും ഈ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ ആധികാരിക കണക്കിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്താകെ എയ്ഡഡ് മേഖലയിൽ 8147 സ്കൂളുകളാണ് സ്വകാര്യ മേഖലയിലുള്ളത്. LP, ഹൈസ്കൂൾ, UP എല്ലാം കൂടി ഹയർ സെക്കൻഡറി എല്ലാം കൂടി ചേർത്തിട്ട്. എന്നാൽ ഇതിൽ മുസ്ലിം വിഭാഗത്തിന് 1360 സ്കൂളുകളും ക്രിസ്ത്യൻ വിഭാഗത്തിന് 3494 സ്കൂളുകളും
ഹിന്ദു സമുദായങ്ങൾക്കെല്ലാം കൂടി 3299 സ്കൂളുകളുമാണ് സംസ്ഥാനത്ത് എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത്. ഇവിടെ മുസ്ലിം സമുദായത്തിന് മറ്റു സമുദായങ്ങളുള്ളതിനേക്കാൾ 4-1 സ്കൂളുകളേ ഉള്ളൂ. 30 വർഷം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച മുസ്ലിം സമുദായം വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്ഥാപനങ്ങളില്ലാതെ മുറവിളി കൂട്ടുമ്പോൾ, ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇത് ശരിക്ക് പഠിക്കാൻ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല. ഇനി നമ്മൾ ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് പോകുമ്പോൾ 669 എയ്ഡഡ് സ്കൂളുകളുള്ളതിൽ മുസ്ലിങ്ങൾക്കാകെ 102 സ്കൂളുകളും ക്രിസ്ത്യൻ സമുദായത്തിന് 287 സ്കൂളുകളും ഹിന്ദു സമുദായങ്ങൾക്കെല്ലാം കൂടി 280 സ്കൂളുകളുമുണ്ട്. ഇവിടെയും മുസ്ലിം സമുദായത്തിന് മറ്റുള്ളവരെക്കാൾ പകുതി സ്കൂളുകൾ പോലും ഇല്ല എന്നുള്ള ഓർക്കുക. അതുപോലെ BEd എയ്ഡഡ് മേഖലയിൽ പോകുമ്പോൾ അതിനൊക്കെ രസകരമാണ്. ആകെ 21 BEd സെൻറ്ററുകളാണ് എയ്ഡഡ് മേഖലയുള്ളത്. ഇതിൽ മുസ്ലിങ്ങൾക്കുള്ളത് 2, ഹിന്ദു സമുദായത്തിന് 9, ക്രിസ്ത്യൻ സമുദായത്തിന് 10 സ്കൂളുകൾ BEd കോളേജുകൾ എയ്ഡഡ് മേഖലയിലുണ്ട്. ഇവിടെയും മുസ്ലിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇതിനേക്കാൾ രസകരമായ സംഭവം, തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകളിൽ എയ്ഡഡ് മേഖലയിൽ മുസ്ലിങ്ങൾക്കാകെയുള്ളത് 8 സ്ഥാപനങ്ങളാണ്. ഇനി കോളേജുകളുടെ പേര് നമ്മൾ പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 14 എയ്ഡഡ് കോളേജ് ഉള്ളതിൽ പെരിങ്ങമല ഇക്ബാൽ കോളേജും പാങ്ങോട് വന്നാനിയ കോളേജും മാത്രമാണ്, അത് ജൂനിയർ കോളേജ് മാത്രമാണ്. കൊല്ലം ജില്ലയിൽ 14 കോളേജ് ഉള്ളതിൽ എയ്ഡഡ് മേഖലയിൽ മുസ്ലിങ്ങൾക്കുള്ളത് TKM കോളേജ് മാത്രം. ആലപ്പുഴ ജില്ലയിൽ MSM കോളേജ്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഇല്ല. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് MES കോളേജുണ്ട്. എറണാകുളം ജില്ലയിൽ 2, പാലക്കാട് ജില്ലയിൽ 1 മാത്രമാണുള്ളത്. ഇനി മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും രസകരമായ സംഭവം, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അമിതമായി നേടിയെന്നും മറ്റു സമുദായങ്ങൾക്ക് അവിടെ സ്ഥാപിക്കാൻ മുസ്ലിം ലീഗ് തടസ്സമാണെന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നിരന്തരം പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുത പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ ആകെ 9 എയ്ഡഡ് കോളേജ് മാത്രമാണുള്ളത്. അതിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് 2, NSSന് 1, മറ്റൊരു നായർ മാനേജ്മെൻറ്റിന് 1 പോയിട്ട് 5 എയ്ഡഡ് കോളേജ് മാത്രമാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. പിന്നെ ഉള്ളത് അറബിക് കോളേജുകളോടനുബന്ധിച്ച് സ്വാശ്രയ മേഖല, അതാ അൺഎയ്ഡഡ് മേഖലയിൽ 1-2 ബാച്ച്, അത് കൂടുതലും ഇസ്ലാമിക് ഹിസ്റ്ററി, BCom, ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള 1-2 ബാച്ചുകൾ മാത്രമുള്ള കോളേജുകളെ അറബിക്കുകളോട് ചേർത്ത് പഠിപ്പിക്കുന്നതിനെ കോളേജ് എന്ന് കൂട്ടിക്കെട്ടിയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്കെതിരെ പറയുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എറണാകുളം ജില്ലയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് 15 എയ്ഡഡ് കോളേജുണ്ട്. പിന്നെ അതുപോലെ കോട്ടയം ജില്ലയിൽ 15 ഉണ്ട്. ഇതും മലപ്പുറം ജില്ലയിൽ ആകെ എയ്ഡഡ് മേഖലയിൽ 5 ഉള്ളൂ മുസ്ലിങ്ങൾക്ക്. എന്നിട്ടും വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഈ സമുദായത്തിന് എതിർത്തുകൊണ്ട് മറ്റ് സമുദായങ്ങളെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാൾ രസകരമായ സംഭവം, വെള്ളാപ്പള്ളി നടേശൻ ഈ സ്വന്തം സമുദായത്തിന് വേണ്ടി 9 വർഷമായി ഭരിക്കുന്ന ഈ ഇടതുപക്ഷത്തിൽ നിന്ന് നേടിയെടുത്ത നേട്ടങ്ങൾ ഒന്ന് പറയിക്കാൻ ആ സമുദായത്തിൽപ്പെട്ടവരോ വാർത്താ മാധ്യമങ്ങളോ തയ്യാറാവണം. 9 വർഷമായി അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 39 അൺഎയ്ഡഡ് കോളേജുകളാണ് SNDPക്ക് കൊടുത്തത്. അതിൽ തന്നെ 4 കോളേജ് ലാ കോളേജാണ്. അതിനോടനുബന്ധിച്ച് വന്നതാണ് SM കോളേജിലെ LLB ബാച്ച്. ഇത് അദ്ദേഹം 39 ഫലകം ഉണ്ടാക്കി SN ട്രസ്റ്റിൻ്റെ കൊല്ലത്തെ ഓഫീസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സമുദായത്തിൽ ഒഴികെയുള്ള എല്ലാ സമുദായക്കാരെയും അദ്ദേഹം വിളിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയെ വിളിച്ചില്ല, പോട്ടെ. പക്ഷേ ആ കോളേജുകൾ അവരുടെ തന്നെ യൂണിയൻകാർക്ക് നടത്താൻ കൊടുക്കുകയും അവർ പലിശയ്ക്ക് പൈസ എടുത്തും ലോൺ എടുത്തും തുടങ്ങി അവസാനം SNDP നേതൃത്വം, വെള്ളാപ്പള്ളിയുടെ നേതൃത്വം സഹായിക്കാതെ വന്നപ്പോൾ ഈ കോളേജുകൾ മിക്കതും അടച്ചുപൂട്ടി. ഇതിന് മുസ്ലിങ്ങൾ ഉത്തരവാദിയല്ല. മുസ്ലിങ്ങൾ അമിതമായി നേടിയെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട 32,000 കുട്ടികളാണ് മലപ്പുറത്ത് ഹയർ സെക്കൻഡറി പഠന സൗകര്യമില്ലാതെ തെരുവിൽ നിൽക്കുന്നത്. മാത്രമല്ല അതിനേക്കാൾ ഖേദകരമായത് 89 അൺഎയ്ഡഡ് +2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം പ്രവർത്തിക്കുന്നത്. അതുകൂടി കഴിച്ച് ബാക്കി വരുന്നതാണ് 30,000-ഓളം കുട്ടികൾ പഠിക്കാൻ. ബാക്കി എല്ലാ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറിയോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോ ഇത് രണ്ടും കൂടെ ഒന്നിച്ചോ ഉണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് നേടിയെന്നല്ല, മുസ്ലിം ലീഗ് ഒന്നും നേടിയിട്ടില്ല, മുസ്ലിം സമുദായത്തിന് ഒന്നും നേടി കൊടുത്തിട്ടുമില്ല. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ അവസാനത്തെ 2 മന്ത്രിസഭയിലെ ലീഗ് വിദ്യാഭ്യാസ മന്ത്രിമാർ ക്രിസ്ത്യൻ നായർ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യദർശിയായി പ്രവർത്തിക്കുന്നതല്ലാതെ ഈ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ അവർ വ്യക്തമാക്കട്ടെ. നമ്മൾ വേറെ കള്ളം പറയാൻ പറ്റുന്ന വിഷയമല്ലിത്. ഇതാണ് ഇതിനെ സംബന്ധിച്ച കാര്യം. ഇനി ഭൂമിയുമായി ബന്ധപ്പെട്ട്
കഴിഞ്ഞ 50 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ളത് 64 സെൻറ്റ് വസ്തു ആലപ്പുഴ ജില്ലയിലെ കാഞ്ഞിരത്തുമൂട് പള്ളിയിലെ 64 സെൻറ്റ് വസ്തു വക മാറ്റി കിട്ടിയതാണ്. എന്നാൽ ഈ കാലയളവിൽ ഈ അവസാന ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് വൻതോതിൽ ഭൂമി 3 സമുദായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രം 218 ഏക്കർ 18.2 ഏക്കർ, നായർ സമുദായത്തിന് മാത്രമായി 104.7 ഏക്കർ, അതുപോലെ ഈഴവ സമുദായത്തിന് 30.54 ഏക്കർ. ഇത്രയും ഭൂമിയെല്ലാം ഈ പതിച്ചു കൊടുത്തതാണ്. ഇതെല്ലാം ഇതിൻ്റെ രേഖയുള്ളതും വസ്തുതയുള്ളതാണ്. ഇന്ന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആയാലും നായർ സമുദായത്തിൻ്റെ ആയാലും ഈഴവ സമുദായത്തിനാണ് മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും ദേവാലയങ്ങളും ഒക്കെ നിൽക്കുന്നത് സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്തതോ പതിച്ചെടുത്തതായ ഭൂമിയിലാണ്. എന്നാൽ ഈ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്ന് വരെ 1 സെൻറ്റ് ഭൂമി പോലും ദേവാലയങ്ങൾക്കോ ഒന്നും സർക്കാരിൽ നിന്ന് പതിച്ച് കിട്ടിയിട്ടില്ലെന്നുള്ളത് ഗവൺമെൻറ് രേഖയുണ്ട്. ഇനി പറയണം എന്താ, പിന്നെ നിങ്ങൾ പത്രക്കാരായിട്ട് ആളിത് ശ്രമിക്കുന്നെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ മുസ്ലിങ്ങൾ അമിതമായി നേടിയത് എന്തൊക്കെയാണെന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ടൊന്ന് പറയിച്ചാൽ കൊള്ളാം. അപ്പം മലപ്പുറത്തെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവിടുത്തെ SNDP യൂണിയൻകാരെ കൊണ്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കൂടി നിങ്ങൾ പറഞ്ഞാൽ ഉപകാരമായിരിക്കും. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, സർക്കാർ ഭൂമിയെ പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരന്തരം വിഷയങ്ങളുണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാലിക്കട്ട് സർവകലാശാലയിൽ 2 ഏക്കർ ഭൂമി CH ചെയറിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഹിന്ദു സമുദായത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നായർ മുതൽ നായാടി വരെയുള്ളവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നതെന്ന് നമുക്കറിയാം. ആ 2 ഏക്കർ ചെയറിൻ്റെ ഭാഗം ഒഴിവാക്കി സർക്കാർ പിന്നെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അത് ക്യാൻസലാക്കി. എന്നാൽ അതേ മന്ത്രിസഭയിലെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള അവസാന ക്യാബിനറ്റിൽ നടന്ന ഒരു വൻ ചതിവ് ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തിയാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ KP യോഹന്നാന് 8000-ൽ പരം ഏക്കർ അനധികൃതമായി കൈവശപ്പെടുത്തത് കൂടാതെ 138 ഏക്കർ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു കൊടുത്തു. സുൽത്താൻ ബത്തേരി അസംഷൻ ഫറോന പള്ളിക്ക് സെൻറ്റിന് 100 രൂപ നിരക്കിൽ 4.8 ഏക്കർ പതിച്ചു നൽകി. അതേ പള്ളിക്ക് തന്നെ സുൽത്താൻ ബത്തേരിയിൽ വ്യാപാര സമുച്ചയത്തിന് 30 വർഷത്തേക്ക് പാട്ടത്തിനായി 2.8 ഏക്കർ പതിച്ചു കൊടുത്തു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിന് പാട്ടക്കുടിശ്ശിക 2.48 കോടി എഴുതി തള്ളി പതിച്ചു നൽകിയത് 15.47 ഏക്കർ. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിന് ചെമ്പുകാവ് വില്ലേജിൽ 25 കോടി രൂപ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി സെൻറ്റിന് 100 രൂപ നിരക്കിൽ പതിച്ചു നൽകിയത് 1.19 ഏക്കർ. തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിന് ചെമ്പുകാവ് വില്ലേജിൽ 42 കോടി പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു നൽകിയത് 55.7 ഏക്കർ. ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അതേ കാലയളവിൽ തിരുവനന്തപുരം NSS MG കോളേജിന് സെൻറ്റിന് 100 രൂപ നിരക്കിൽ 107 കോടി രൂപ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു നൽകിയത് 42.96 ഏക്കർ. നിറമൻകരയിലെ തിരുവനന്തപുരം ജില്ല കൈമനം NS കോളേജിന് സെൻറ്റിന് 100 രൂപ നിരക്കിൽ പതിച്ചു നൽകിയത് 25.6 ഏക്കർ. തിരുവനന്തപുരം വഞ്ചിയൂർ 1.25 കോടി പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു നൽകിയത് ജില്ലാ കളക്ടറുടെ എതിർപ്പിനെ മറികടന്ന് പതിച്ചു നൽകിയത് 71 സെൻറ്റ്. ഇടുക്കി മണക്കാട് NSS സ്കൂളിന് 55,78,880 രൂപ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി 99 സെൻറ്റ് പതിച്ചു നൽകി. അതേപോലെ പന്തള NSS കോളേജിന് പതിച്ചു നൽകിയ 98 ലക്ഷം രൂപ പാട്ടക്കുടിശ്ശിക ഒഴിവാക്കി 9.4 ഏക്കർ. ഇതിത്രയും NSSനും ഹിന്ദു സമുദായങ്ങൾക്ക് നൽകിയതാണ്. ഇനി SNDPയുടെ കാര്യം ഇതിനേക്കാൾ രസകരമാണ്. കോട്ടയം ജില്ലയിലെ മുരുകന്മല SNDPക്ക് ക്ഷേത്ര നിർമ്മാണ ആവശ്യത്തിനെന്ന പേരിൽ റിസോർട്ട് നിർമ്മാണത്തിന് 25 ഏക്കർ, കരുനാഗപ്പള്ളി കുളം ഉൾപ്പെടെ പാട്ടത്തിന് 4.5 ഏക്കർ, വക്കം നെടുങ്കണ്ടം SN ട്രെയിനിങ് കോളേജിന് പതിച്ചു നൽകിയത് 1.04 ഏക്കർ. ഇത്രയും ഈഴവ സമുദായത്തിന് കിട്ടിയതാണ്. മൊത്തം 30.54 ഏക്കർ. അതുപോലെ ഏറനാട് താലൂക്ക് CSI പള്ളിക്ക് പതിച്ചു നൽകിയത് 8 ഏക്കർ. തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് കോളേജിന് പാട്ടക്കുടിശ്ശിക ഒഴിവാക്കി പതിച്ചു നൽകിയത് 45 സെൻറ്റ്. കൊല്ലം ജില്ലയിലെ വാളത്തുങ്കൽ ക്ഷേത്രത്തിന് 30 വർഷത്തെ പാട്ടത്തിന് 8.09 ഏക്കർ. കാഞ്ഞങ്ങാട് സെൻട്രൽ സ്കൂളിന് NSൻ്റെ സ്കൂളിന് പതിച്ചു നൽകിയത് 5.2 ഏക്കർ. അങ്ങനെ NSSന് മൊത്തമായിട്ട് 105.4 ഏക്കറും ഈഴവ സമുദായത്തിന് 30.54 ഏക്കറും ക്രിസ്ത്യൻ സമുദായത്തിന് 228.4 ഏക്കറുമാണ് പതിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇവിടെ നിന്ന് മുസ്ലിങ്ങൾക്ക് ആകെ കിട്ടിയത് 64 സെൻറ്റ് വസ്തു ആലപ്പുഴ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ എവിടെ അപ്പം അങ്ങനെയാണെങ്കിൽ മുസ്ലിം സമുദായം ഏത് മേഖലയിൽ എങ്ങനെയാണ് അമിതമായോ അഭിതമായോ നേടിയതെന്ന് ഈ ബന്ധപ്പെട്ടവർ വെറുതെ പറയാതെ ഒന്ന് വിശദീകരിച്ചാൽ കേളിയ സമൂഹത്തിനത് ഒരറിവായി മാറുമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.